ലോകത്തിന്ന് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് വൈറ്റ് കോളർ ടെററിസം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് ഈ പദം ലോകത്ത് ഏറ്റവും അധികം കേട്ടു തുടങ്ങിയത്. ഇന്ന് വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഏറ്റവും വലിയ ഇരയാകാനുള്ള സാധ്യത ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനാണ്. ലോകത്തെ പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റോ പോലെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ നീക്കത്തെ പരമാവധി തകർത്തിട്ടുണ്ട്. എന്നിട്ടും പാകിസ്ഥാൻ മുതൽ ഖത്തർ വരെ നീളുന്ന വലിയ സാമ്പത്തിക നെറ്റ്വർക്കുകൾ ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ ടെററിസത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടത്തിയത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതോ അല്ലെ സമൂഹത്തിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരോ ഒന്നും ആയിരുന്നില്ല. വലിയ സമ്പന്നന്മാർ, IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സൊക്കെ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മളിപ്പോൾ അർബൻ നക്സൽസ് എന്ന് പറയാറുണ്ട്. ഈ അർബൻ നക്സലൈറ്റുകൾ ഇസ്ലാമിക നിലപാടുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കാം? അതുതന്നെയാണ് ഈ പറയുന്ന വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ നിൽക്കുന്നവരെയോ വാടക കൊലയാളികളെയോ ഉപയോഗിച്ചല്ല ഭീകരാക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അത് നടപ്പാക്കുന്നതും. അതിന് കൃത്യമായിട്ട് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ഉയർന്ന ജോലിയിലിരിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതുപോലെ IT പ്രൊഫഷണൽസ്, വിവിധ സ്വകാര്യ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ലോകമെമ്പാടും വ്യാപിച്ചിട്ടുണ്ട്. പഴയതുപോലെ തോക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ഇത്തരക്കാർക്ക് താല്പര്യമില്ല. പകരം സാമ്പത്തിക സാമൂഹ്യ അവസ്ഥയിലുള്ള അതിനൂതന പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കോളർ ഭീകരവാദത്തിൻ്റെ നെറ്റ്വർക്ക് ഉള്ളതായിട്ടുള്ള സൂചന ജമ്മു കാശ്മീരിൽ നിന്ന് കേട്ടു. ജമ്മു കാശ്മീരിലെ പലയിടങ്ങളിലും ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടുത്തെ പട്ടാളക്കാരെ, പോലീസുകാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്ററുകൾ, അത് സ്കെച്ച് പെന്നോ മറ്റോ വെച്ച് എഴുതിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കണ്ടപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ പോലീസുകാർ അതിനെ അവഗണിച്ചു. പക്ഷേ ഈ ജമ്മു കാശ്മീരിലെ SSP ആയിട്ടുള്ള സുന്ദീപ് ചക്രവർത്തിയുടെ ശ്രദ്ധയിൽ അത് പെട്ടു. കഴിഞ്ഞ 5-6 വർഷം ഉണ്ടാകാതിരുന്ന ഒരു നീക്കം പെട്ടെന്ന് എന്താ ഉണ്ടായത്? അങ്ങനെ അതിൻ്റെ ചുവട് പിടിച്ച് വലിയ അന്വേഷണങ്ങൾ നടക്കുന്നു. ജമ്മു കാശ്മീർ പോലീസ് നേതൃത്വം നൽകിയ അന്വേഷണം പലരിലേക്കും എത്തുന്നു. അങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്താനായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങും പോലീസും ഒക്കെ ശ്രമം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഡോക്ടർമാർ ഉൾപ്പെടെ 7 പേരെ പിടികൂടുന്നു. 2900 കിലോഗ്രാമുള്ള അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു പിടികൂടുന്നു. അതായത് സ്ഫോടക നിർമ്മാണ സാമഗ്രികൾ, ആയുധം ഉൾപ്പെടെയുള്ളവ, RDX ഉൾപ്പെടെയുള്ളവ കണ്ടെടുക്കുകയാണ്. 2 AK-47 തോക്കുകൾ കണ്ടെത്തുന്നു. ഈ 2900 അമോണിയം നൈട്രേറ്റ് എന്നൊക്കെ പറയുന്നത് ഡൽഹി പോലുള്ള ഒരു നഗരത്തെ പൂർണ്ണമായിട്ടും കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയുന്നത്ര സ്ഫോടക ശേഷിയുള്ളതാണ്. മാത്രമല്ല ഈ കാശ്മീരിലെ നൗഗാമിൽ ഉയർന്നു വന്ന ഈ ഭീഷണിയെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം അവിടുത്തെ ഒരു പള്ളിയിലെ ഇമാമുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടുന്നു. അവിടെ നിന്ന് അടുത്ത ഡോക്ടറിലേക്ക് പോകുന്നു. അവരിൽ നിന്ന് ആ സംഘാംഗങ്ങളിലേക്ക് പോകുന്നു. ഒരു വനിതാ ഡോക്ടറുടെ കാറിൽ നിന്ന് AK-47 കണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പോൾ പഴയതുപോലെ ഈ ജെയ്ഷെ മുഹമ്മദിന് അല്ലെ അതിൻ്റെ തലവൻ മസൂദ് അസറിനൊന്നും തന്നെ വലിയ ശക്തിയൊന്നുമില്ല. പക്ഷെ അവർക്കൊരു സ്വപ്നമുണ്ട്, ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന് പകരം വീട്ടണം. അതിന് എന്ത് ചെയ്യണം? അപ്പോൾ ജലസ്രോതസ്സുകളിൽ വിഷം കലർത്താൻ കഴിയുമോ? ക്ഷേത്രപ്രസാദത്തിൽ വിഷം കലർത്തി ഒരുപാട് പേരെ കൊല്ലാൻ കഴിയുമോ? അത്തരത്തിലുള്ള അന്വേഷണം, നീക്കങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും അപകടകരമായ വിഷമെന്ന് പറയുന്ന റിസിൻ ഉപയോഗിക്കാനായിട്ട് ഇവർ ഒരു തീരുമാനം എടുക്കുന്നു. അതായത് ഈ റിസിൻ്റെ പ്രത്യേകത രുചിയോ ഗന്ധമോ ഒന്നും തന്നെയില്ല. ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടെത്താൻ പോലും കഴിയില്ല. പതിയെ ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യരെ കൊല്ലാൻ സാധിക്കുന്ന ഒരു വിഷം. അങ്ങനെയാണ് ഈ നെറ്റ്വർക്കിലുള്ള ഡോക്ടർ അഹമ്മദ് മുഹീദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ആൾ, ഇയാൾ ചൈനയിൽ നിന്ന് MBBS പഠിച്ചിട്ട് വന്നതാണ്. ഇയാൾ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന ആവണക്കിൻ്റെ വിത്തിൽ നിന്ന്, ഈ ആവണക്കെണ്ണ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന വേസ്റ്റിൽ നിന്നാണ് റിസിൻ എന്ന് പറയുന്ന രാസവസ്തു നിർമ്മിക്കുന്നത്. ഇത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ റിസിൻ രാസവസ്തു വലിയ തോതിൽ ശേഖരിക്കുന്നുണ്ട്. ഡൽഹിയിൽ, ലക്നൌവിൽ, അഹമ്മദാബാദിലൊക്കെ തന്നെയുള്ള ആരാധനാലയങ്ങളിൽ, അതുപോലെ തന്നെ പൊതു പൈപ്പ്, ഈ വെള്ളമൊക്കെ പൊതുസമൂഹത്തിന് നൽകുന്ന ടാങ്കുകൾ, അവിടേക്കൊക്കെ കലർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് 4 കിലോഗ്രാമോളം
കിലോഗ്രാം റിസിൻ ഇയാൾ കൈവശം വെച്ചതെന്നാണ് കരുതുന്നത്. ഇയാളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ഇപ്പോൾ ഗുജറാത്തിലെ ATS ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. അയാൾ ഇവരെ പിടികൂടിയപ്പോൾ ഈ ആൾക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്, അല്ലെ ടെലഗ്രാം ചാനലിൽ ISIS ഭീകരനുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഹാൻഡ്ലർമാർ ഡ്രോൺ വഴി ഇവിടേക്ക് ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളൊക്കെ എത്തിച്ച് നൽകുന്നതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ധാരാളം മുന്നേറ്റങ്ങൾ നടത്തിയപ്പോൾ ഒന്നൊന്നായിട്ട് അതിൻ്റെ എല്ലാം മുനയൊടിക്കാൻ നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങിന്, സുരക്ഷാ വിഭാഗത്തിനൊക്കെ സാധിച്ചു. പക്ഷേ ഒരു ചെറിയ പിഴവുണ്ടായപ്പോൾ അതിനെ ലോകമങ്ങ് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഘോഷിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ഈ 99 അറ്റാക്കുകളെ ചെറുത്താൽ പോലും ഒരു അറ്റാക്കിൽ ഒരു ചെറിയ പിഴവുണ്ടായി. ശരിക്കും പറഞ്ഞാൽ എന്താ, ഈ ഡോക്ടർ താൻ പിടിക്കപ്പെടും, തൻ്റെ കൂട്ടാളികളായിട്ടുള്ള 7 പേര് സ്ഫോടക വസ്തുക്കളെല്ലാം പിടികൂടിയെന്നറിഞ്ഞപ്പോൾ താൻ 1000ഓളം പേരെ കൊല്ലാനുള്ള ഒരു ഉദ്യമത്തിലെ പങ്കാളിയാണെന്ന് ഈ അന്വേഷണ സംഘം തിരിച്ചറിയും. അങ്ങനെ തന്നെയും പിടികൂടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ചാവേർ ആക്രമണം ചെങ്കോട്ടയ്ക്ക് സമീപം നടത്തുകയാണ്. ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റാം. സമീപത്ത് സിഖ് ക്ഷേത്രമുണ്ട്, ഹിന്ദു ക്ഷേത്രമുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്. അപ്പം ആ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരു വലിയ സ്ഫോടനം, 1000-ലധികം പേരെ കൊല്ലണം, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇപ്പം നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ ഏതാണ്ടൊരു 2 വർഷത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകൾക്ക് നേരെ, സർക്കാർ ഓഫീസുകൾക്ക് നേരെ, ബാങ്കുകൾക്ക് നേരെ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നേരെ ഈ ഭീഷണി എല്ലാം ഉണ്ടാകുന്നത് VPN വഴിയാണ്. എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാം, സെൻസർഷിപ്പിനെ മറികടക്കാം, വളരെ രഹസ്യമായും സുരക്ഷിതമായുമൊക്കെ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇതുപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഈ ഭീഷണി അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സന്ദേശങ്ങളൊക്കെ നൽകിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നീക്കം എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളിലെ വിമാനങ്ങളെ പോലും വഴിതെറ്റിക്കാൻ ഉപയോഗിച്ചു എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ റിസാൻ എന്ന് പറയുന്ന 4 കിലോഗ്രാം വിഷവുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ മുഹമ്മദ് മൊഹിദ്ദീൻ സയ്യിദിനെ പിടികൂടുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര ജൈവ രാസ ആയുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയ റിസിൻ എന്ന് പറയുന്ന വിഷം ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ പ്രസാദ ഊട്ട് അല്ലെങ്കിൽ ഈ അന്നദാന പരിപാടികളൊക്കെ ഉണ്ട്, അത് നടത്തുമ്പോൾ അതിനുള്ളിലേക്ക് കലർത്താം. അല്ലെങ്കിൽ ഈ ജലവിതരണ ശൃംഖലകളുണ്ടെങ്കിൽ ആ ടാപ്പിൽ ഇത് കലർത്താം. അങ്ങനെ വിഷം കലർത്തിയാൽ ഒരു പക്ഷേ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മരിച്ചാൽ എങ്ങനെയാണ് മരണകാരണമെന്ന് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ വൈറ്റ് കോളർ ഭീകരരുടെ സാമ്പത്തിക ശക്തി കൂടിക്കൂടി വരികയും ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വലിയ തോതിൽ ഫണ്ട് നൽകുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കുൾപ്പെടെ അത് ആർക്കും തടയാൻ കഴിയുന്നില്ല. കാരണം ഇന്ത്യക്ക് പുറത്തുനിന്ന് മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ രാജ്യത്തെ തകർക്കാനുള്ള ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കൃത്യമായിട്ടും ഈ ഭീകരവാദികൾ മുതലെടുക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ ഏജൻസികൾ വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് 1000ഓളം പേരെ കൊല്ലാനുള്ള ഒരു വലിയ പദ്ധതിയെ തകർത്ത് തരിപ്പണമാക്കാനും ഒരു ചെറിയ ഭീകരാക്രമണത്തിൽ അത് ഒതുക്കാനും സാധിച്ചത്. എന്തായാലും ഈ പറയുന്ന പാക് ഹാക്കർ ഗ്രൂപ്പുകൾ, അതുപോലെ പ്രോക്സികൾ, ഇവരെല്ലാം തന്നെ വലിയ തോതിലുള്ള ചില സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഇടിച്ചു കയറുന്ന ഈ വൈറ്റ് കോളർ ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വിദ്യാർത്ഥികളെ വലിയ തോതിൽ റിക്രൂട്ട് ചെയ്യുന്നു. അതായത് ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഭീകരവാദ താല്പര്യം വെച്ച് പുലർത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ട് അവരെ പ്രത്യേക ഗ്രൂപ്പുകളാക്കി സൗഹൃദം പുലർത്തി ഇവരെ ആകർഷിക്കുകയാണ് ഈ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നതെന്ന് പറയുന്നത് ബോംബ് അധിഷ്ഠിത കൈനറ്റിക് ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ജൈവ രാസ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ അറ്റാക്ക് നടത്തുന്ന വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ പുതിയ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും കശ്മീരിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ സുന്ദീപ് ചക്രവർത്തിയെ പോലെയുള്ള സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തുകയും അതിൻ്റെ ചുവട് പിടിച്ച് ATSനെ അന്വേഷണം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് വലിയൊരു ഭീകരാക്രമണ സാധ്യതയെ നമ്മൾ തകർത്ത് കളഞ്ഞത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കാരണം സാമ്പത്തിക സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ വൈറ്റ് കോളർ ടെററിസം ഇനിയും ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചത്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ആളുകളെ വിലക്കെടുത്തിട്ട് അവരെ കൊണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തിയാൽ നമ്മൾ എന്തിനാണ് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നത്? ഇത് പാകിസ്ഥാൻ്റെ മറ്റൊരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ വൈറ്റ് കോളർ ടെററിസം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും
ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഭൂട്ടാൻ സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടുവിഷമായ റിസിൻ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ പുതിയ നീക്കം, അതാണ് ഡൽഹിയിൽ സംഭവിച്ചതെന്ന് പറയാം. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമേ നടന്നുള്ളൂ. കാരണം നമ്മുടെ NIA, റോ പോലെയുള്ള സുരക്ഷാ ഏജൻസികൾ ശക്തമായ നിരീക്ഷണം നടത്തുകയും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് കൃത്യസമയത്ത് സമയോചിതമായ ഇടപെടൽ നടത്തി 7ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിൽ ഒരു വനിതാ ഡോക്ടറും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ വനിതാ ചാര സംഘടനയുടെ ഇന്ത്യൻ തലവ, ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന വനിത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ അബോർട്ട് ചെയ്തു എങ്കിൽ പോലും ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭീഷണി നമുക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ലോകം അത് സംബന്ധിച്ച് ഇന്ത്യക്ക് കൃത്യമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.